നടന്നു വരുന്ന കാര്യമാണ്. ജനങ്ങൾക്ക് ഭക്തി കൂടും. വെള്ളത്തിലെ കുമിളകൾ പോലെ ദേവാലയങ്ങൾ മുളച്ചു പൊന്തും. നമുക്ക് സാധാരണ ചെന്ന് ഈശ്വരനെ തൊഴുന്നതും ഈ ഉത്സവത്തിന് നമ്മുടെ ദൈവത്തിന് പോയി തൊഴുന്നതും കൂടുതലെല്ലാം കിട്ടാനുണ്ടോ? ഇല്ല. അപ്പോൾ പല ആൾക്കാരോട് ചോദിച്ചിട്ടുണ്ട്, സാറേ കൊടിമരത്തിനാണോ താഴിയക്കുടത്തിനാണോ പവർ എന്ന് ചോദിച്ചു. താഴിയക്കുടം ഇരിക്കുന്നത് നമ്മുടെ ശ്രീകോവിലിൻ്റെ പേരിട്ടായിരിക്കും. 1 കിട്ടുമ്പോൾ 2 കിട്ടാൻ മുഖം, 2 കിട്ടുമ്പോൾ 4 കിട്ടാൻ മുഖം. പണത്തിന് വേണ്ടി ഇപ്പോൾ കാണിക്കുന്നുണ്ട് സ്വന്തം മാതാപിതാക്കളെ, സ്വന്തം സഹോദരങ്ങളെ, അടുത്ത സുഹൃത്തുക്കളെ എന്ത് ക്രൂരകൃത്യം ചെയ്താൽ പണം ഉണ്ടാക്കുന്നതിൻ്റെ ഒറ്റതല്ലേ ഉള്ളൂ. അപ്പോൾ എന്ത് കൊടുത്തിരുന്നാലും ഏത് കൊടുത്തിരുന്നാലും സ്വാർത്ഥ താല്പര്യം. ഞാൻ, എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കേരളത്തിൽ വാസ്തുശാസ്ത്രം കുറച്ചുകൂടി ജനകീയമാക്കിയ, അതേപോലെ തന്നെ കേരളത്തിലെ അറിയപ്പെടുന്ന ക്ഷേത്രങ്ങളുടെ വാസ്തുശാസ്ത്രം കൈകാര്യം ചെയ്യുന്ന, നമ്മുടെ ശബരിമലയിലെ പോലും വാസ്തുശാസ്ത്രം കൈകാര്യം ചെയ്യുന്ന വാസ്തുവിദ്യാപീഠത്തിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള, അതേപോലെ തന്നെ കേരളത്തിലെ ദേവസ്വം ബോർഡിൻ്റെ സ്ഥപതിയായിട്ടുള്ള മുരളീധരൻ സാറാണുള്ളത്. സാർ നമസ്കാരം. നമസ്കാരം. സാറ് അങ്ങയെപ്പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്കറിയാം കേരളത്തിൽ ഇഗ്നോയിൽ, ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ വാസ്തുശാസ്ത്രം എന്ന് പറയുന്നൊരു ഈ നിഗൂഢ ശാസ്ത്രത്തെ പഠിപ്പിക്കാൻ തന്നെ ഒരു സംവിധാനം ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു ശാഖ ഉണ്ടാക്കുക. അത്തരത്തിൽ കേരളത്തിൽ വാസ്തുവിനെ കുറേ കൂടെ ജനകീയമാക്കിയ ഒരാളാണ് അങ്ങ്. അപ്പോൾ അങ്ങ് കൂടുതൽ ഇപ്പോൾ ചെയ്യുന്നത് ക്ഷേത്ര വാസ്തുവാണ് എന്നറിയാം. അപ്പോൾ ശബരിമലയിലെ പോലും വാസ്തുശാസ്ത്രം കൈകാര്യം ചെയ്യുന്നത് അങ്ങാണ്. അപ്പോൾ ഈ ക്ഷേത്രങ്ങളിലേക്ക് വരുമ്പോൾ, ഇപ്പോൾ പഴയകാല ക്ഷേത്രങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും ഈ 4 കെട്ട് 8 കെട്ട്, അപ്പോൾ ഇത്തരത്തിലുള്ളതിൻ്റെ തെക്കത് അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ചെറിയ ചെറിയ ക്ഷേത്രങ്ങൾ, ഇന്ന് ആ ക്ഷേത്രങ്ങളൊക്കെ എങ്ങനെയാണ് പരിപാലനം ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് കൈകാര്യം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ഇത്തരത്തിലുള്ള ക്ഷേത്രങ്ങളാണ് വലിയ ക്ഷേത്രങ്ങളായി മാറിയിട്ടുള്ളത്. അപ്പോൾ ഇത് പരിപാലനം ചെയ്യുന്നതിൻ്റെ ഒരു സവിശേഷത എങ്ങനെയാണ്? അതായത് പണ്ട് കാലത്ത് 4 കെട്ട് 8 കെട്ട് എന്നുള്ള രീതിയിൽ തച്ചുശാസ്ത്രവും വാസ്തുശാസ്ത്രവും തച്ചുശാസ്ത്രത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് ക്ഷേത്രം. അപ്പോൾ വാസ്തുശാസ്ത്രം ഇപ്പോൾ ഏറെക്കുറെ RCC റൂഫുമായിട്ട് ബന്ധപ്പെട്ടാണ് ആ കാര്യങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ പണ്ട് കാലത്ത് 8 കെട്ടായിരുന്നാലും 4 കെട്ടായിരുന്നാലും ആ വീടുകളുടെ തെക്ക് ഭാഗത്ത് ഒരു വച്ച ആരാധന, അതായത് തെക്കതെന്ന് പറയും. തെക്ക് ഭാഗത്തുള്ള ആരാധന കേന്ദ്രമായ തെക്കെന്ന് പറയും. അവിടെ ഒരു മൂർത്തി ഉണ്ടാവും. മൂർത്തി എന്ന് വെച്ചാൽ ഒന്നീ ദേവനാവാം, ദേവിയാവാം, പല സങ്കല്പങ്ങൾ. കൂടുതലും ദേവിമാർഗത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ ആ കുടുംബത്തിൻ്റെ ആരാധനാമൂർത്തിയാണ് അവിടുത്തെ തെക്കതായിട്ട് വച്ച് ആരാധിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ വച്ചാരാധിച്ചുകൊണ്ടിരുന്ന അത് ഇപ്പോൾ, അതായത് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ വലിയ വലിയ ക്ഷേത്രങ്ങളായിട്ടുണ്ട്. അങ്ങനെ ആ ക്ഷേത്രങ്ങളായാലും ഒന്നാണ് ആറ്റിങ്ങൽ ക്ഷേത്രം. കണ്ണകി സങ്കല്പത്തിൽ നമ്മൾ ഇന്നിപ്പോൾ ലോകത്തിലെ ഏറ്റവും പൊങ്കാല അർപ്പിക്കുന്ന ഒരു കേന്ദ്രമായിട്ട് ലോകം തന്നെ അറിയപ്പെടുന്നതാണ് ആറ്റിങ്ങൽ ക്ഷേത്രം. സ്ത്രീകളുടെ ശബരിമല എന്ന് പറയുന്ന ക്ഷേത്രം. അപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് എടുത്തു പറയാൻ, നമ്മൾ കേരളത്തെ ഏറ്റവും എടുത്തു പറയുന്നൊരു ക്ഷേത്രമാണ് ഒന്ന് ശബരിമല, ഒന്ന് ആറ്റിങ്ങൽ ക്ഷേത്രം. ദേവീക്ഷേത്രത്തിന് അത് തന്നെയാണ്. അപ്പോൾ ആ ക്ഷേത്രം ഞാൻ ഒന്നല്ല, ഇപ്പോൾ ഒന്നിനായിട്ടായിട്ട് എടുത്തു പറയാണ്. പണ്ട് കാലത്തെ ഒരു കുടുംബത്തിൻ്റെ ഒരു ക്ഷേത്രമാണ്. കുടുംബത്തിൻ്റെ തെക്ക് ഭാഗത്തായിട്ട് അവർ വച്ച് ആരാധിച്ചിട്ടുണ്ട്. പണ്ട് വളരെ, എനിക്കറിയാം, എൻ്റെ കുട്ടിക്കാലത്ത് പഴയ അഴിയൊക്കെ അടിച്ച ചെറിയൊരമ്പലമാണ്. ഇന്നത് എവിടെ നിൽക്കുന്നു? അപ്പം അതുപോലെ കേരളത്തിൽ ധാരാളം പണ്ടത്തെ കാലത്തെ തെക്കതുകളെല്ലാം തന്നെ ഇത് വലിയ ക്ഷേത്രങ്ങൾ ആയിട്ടുണ്ട്. പറയും. ഇത് പരിപാലിക്കാതെ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാകും? ശരിക്കും പറഞ്ഞിരുന്നാൽ ആരാധന എന്ന് പറഞ്ഞിരുന്നാൽ പരിപാലനം. നമ്മുടെ ഒരു മനുഷ്യന് തന്നെ ആഹാരം കൊടുക്കുകയാണെന്ന് എന്ത് സംഭവിക്കും? അവൻ ശോഷിക്കും, അവൻ്റെ ശക്തി നശിക്കും, പല കാര്യങ്ങളും ഉണ്ടാവും. നമുക്കെല്ലാം തന്നെ വച്ചാരാധന എന്ന് പറയുന്നത് നമ്മുടെ ക്ഷേത്രത്തോട് ആരാധന, അതിൽ കൊടുക്കും തോറും ഏറും. അതാണ് അത്. ഇപ്പോൾ പൂജാതി കാര്യങ്ങളിലും മന്ത്രതന്ത്ര വിധിപ്രകാരം നമ്മൾ ശിലകൾ പൂജിച്ചാൽ അതിന് ശക്തി ഉണ്ടാവും. ഇപ്പോൾ നിരീശ്വരവാദികൾ പലതും പറയാം. അതിലേക്ക് ആ കേസിൽ സബ്ജക്റ്റ് നമ്മുടെ അല്ല. എപ്പോഴും തന്നെ ഫേസ് ടു സ്റ്റോൺ, നമ്മുടെ വിഗ്രഹവും നമ്മുടെ ഫേസുമായിട്ടാണ് ബന്ധപ്പെട്ടത്.
അതാണ് ഇപ്പം എന്ന് പറഞ്ഞാൽ ഒരു ക്ഷേത്രത്തിൽ നിന്ന് വിഗ്രഹത്തിന് നേരെ നിന്ന് തൊഴരുത്. ഒരു 15 ഡിഗ്രി അല്പം ചെരിഞ്ഞ് നിന്നാണ് തൊഴ. ആണായാലും പെണ്ണായിരുന്നാലും കണ്ടത്തിന് ഉയരോട്ട് ശുദ്ധമാണ്, ഇങ്ങോട്ട് മ്ലേച്ഛമാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അത് അല്പം ചരിഞ്ഞ് നിന്നും തൊഴാൻ വേണ്ടി പറയുന്നത്. പല ആൾക്കാരും കൂടുതൽ അനുഗ്രഹം കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് വിഗ്രഹത്തിൻ്റെ നേരെ നിന്നൊക്കെ തൊഴുന്നത് നിന്ന് അവരുടെ ഊർജ്ജത്തെ തിരിച്ച് സക്ക് ചെയ്ത് പോകുന്ന ചില വിഗ്രഹങ്ങളും ഉണ്ടില്ല എന്ന് പറയാൻ പറ്റില്ല. അത് ദോഷമാണെന്നർത്ഥം. അങ്ങനെയുള്ള ക്ഷേത്രത്തിന് മുമ്പ് നേരെ നിന്ന് തൊഴുതിട്ട് പുറത്തിറങ്ങുമ്പം ഒരു ക്ഷീണം നമുക്ക് അനുഭവപ്പെടും. അതാണ് പറയുന്നത്. ആ ഊർജ്ജം നമുക്ക് എല്ലാത്തിൻ്റെയും കേന്ദ്രം എന്താണ്? സൂര്യൻ. സൂര്യനാണ് ഇതിൻ്റെ അധിപൻ. സൂര്യൻ തന്നെ പ്രാപഞ്ച ഊർജ്ജം. ഈ കൊടിമരം തന്നെ ഇരിക്കുന്നത്, കൊടിമരം താഴിയ കുടം എന്നാണ്. പ്രാപഞ്ച ഊർജ്ജം സ്വീകരിച്ച് ക്ഷേത്രത്തിനും ക്ഷേത്രത്തിന് ആവശ്യം കിട്ടുന്ന നാട്ടുകാർക്കും വിട്ട് വിതരണം ചെയ്യും. കൊടിമരം ചാലകം. അപ്പോൾ കൊടിമരത്തിൻ്റെ തത്വം അതുമാണ്. അത് നമുക്ക് പറഞ്ഞുതരാം. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ക്ഷേത്രത്തിൻ്റെ ശക്തി കേന്ദ്രം എന്ന് പറയുന്നത് ഒന്ന് കൊടിമരം തന്നെയാണ്. അപ്പോൾ പല ആൾക്കാരോട് ചോദിച്ചിട്ടുണ്ട്, സാറേ കൊടിമരത്തിനാണോ താഴിയ കുടത്തിനാണോ പവറെന്ന് ചോദിക്കും. താഴിയ കുടം ഇരിക്കുന്നത് നമ്മുടെ ശ്രീകോവിലിൻ്റെ ഉയരട്ടായിരിക്കും. അത് വിധിപ്രകാരം പലതും നമ്മളതിനകത്ത് ദ്രവ്യങ്ങൾ വച്ചിട്ടാണ് അത് ഉണ്ടാക്കുന്നത്. വെറുതെ ഒരു താഴിയക്കുടമല്ല, അതും പ്രാപഞ്ച ഊർജ്ജം സ്വീകരിക്കാൻ പവറുള്ളതാണ്. അതാണ്, അത് കോപ്പറാണ്. അപ്പോൾ അതിൽ നമ്മൾ പിന്നെ അതിൽ സ്വർണ്ണം പോഞ്ഞിട്ടുണ്ട്, പലതുമുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രത്യേകം ഞാൻ ഈ തൊഴുന്ന കാര്യത്തെ പറ്റിയാണ് പറഞ്ഞത്. ഒരു മൂലവിഗ്രഹം എന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട വിഗ്രഹം. ആ വിഗ്രഹത്തിൻ്റെ നമ്മൾ ക്ഷേത്ര ആരാധനയ്ക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, നേരെ നടയിൽ നിന്ന് നേരിട്ട് വിഗ്രഹം നേരെ നിന്ന് തൊഴുന്നത് നല്ലതല്ല. അല്പം ചരിഞ്ഞ് നിന്ന് തൊഴുന്നത് ഏറ്റവും നല്ലത്. നമ്മുടെ ഫേസ് വിഗ്രഹത്തിൽ കൊടുക്കണം, അതാണ് ഏറ്റവും നല്ലത്. അത് ആരോടെ പറഞ്ഞു കൊടുത്തിരുന്നാലും അവർ അവരെ കുറ്റം പറയേണ്ട. ദീപാരാധന സമയത്ത് അങ്ങ് ഇടിച്ച് കയറി ഫ്രണ്ട് കയറി ഒരു ബഹളമാണ് കാണിക്കുന്നത്. പിന്നെ ഈ നമുക്ക് ഒരു കാര്യം പല ആൾക്കാർക്കും അറിഞ്ഞുകൂടാത്തൊരു കാര്യമാണ്. ഉത്സവം നടക്കുന്നു. ഉത്സവം നടക്കുമ്പോൾ ധാരാളം ജനങ്ങൾ ഇടിച്ചു കയറി പോകുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അവർ മനസ്സിൽ കരുതുന്നത് ഉത്സവ സമയത്ത് ദേവനെ ദർശിച്ച ഒരുപാട് പുണ്യം കിട്ടും, ഐശ്വര്യം കൂടും എന്നൊക്കെ ഒരു മിഥ്യാധാരണയുണ്ട്. അത് ശരിയാണോ അല്ലയോ? ഞാൻ തിരിച്ചു ചോദിക്കുന്നു, ശരിയാണോ അത്? അങ്ങനെയല്ല. അതിപ്പോൾ നമ്മൾ എല്ലാ ദിവസവും കാണുന്ന ദേവനെ ഇപ്പോൾ എനിക്കൊരു ജന്മദിനമുണ്ട്. ആ ജന്മദിനം എന്നെ എല്ലാവരും കാണുന്നുണ്ട്. പക്ഷെ ആ ജന്മദിനത്തിൻ്റെ അന്ന് തന്നെ ഒരു പ്രത്യേക രീതിയിലായിരിക്കും. അത് മനസ്സില്ല. നമ്മുടെ എൻ്റെ ജന്മദിനമാണ്, ഈശ്വരനെ പോസിറ്റീവായിട്ടുള്ളത് ഈശ്വരനെ കാണുക. അത് ഈശ്വരൻ്റെ ഒരു ജന്മദിനം അന്ന് കണ്ടില്ലെങ്കിൽ ഒരു മാനസികമായിട്ടൊരു വിഷമം. അത് ജന്മദിനം വെച്ചാൽ നമ്മുടെ പ്രതിഷ്ഠാ വാർഷികമായിട്ടും കിടക്കണം. ഒരു ദേവൻ്റെ ദേവിയുടെ ഒരു ഇത് നമ്മുടെ പ്രതിഷ്ഠാ വാർഷികം. അതിനാണ് നമ്മൾ അതിന് മൂലധനം ഏറ്റവും കൂടുതൽ പവർ കൊടുക്കുന്നത്. ഞാൻ പറയുന്നത് നമുക്ക് സാധാരണ ചെന്ന് ഈശ്വരനെ തൊഴുന്നതും ഈ ഉത്സവത്തിന് നമ്മുടെ ദൈവത്തിനെ പോയി തൊഴുന്നതും കൂടുതലെല്ലാം കിട്ടാനുണ്ടോ? ഇല്ല. ആണല്ലോ, കൂടുതലൊന്നും കിട്ടാനില്ല. ഈ ഇടിച്ച് കയറിപ്പോൾ ഇത് നോക്കിക്കോളൂ. എന്നാൽ ഇതിനകത്തൊരു സത്യമുള്ളത്, ഉത്സവ സമയത്ത് നമ്മൾ ധാരാളം പൂജകൾ കൂടും. ധാരാളം പൂജകൾ ചെയ്യുമ്പോൾ അതിൻ്റേതായൊരു പവറും ക്ഷേത്രത്തിൽ ശ്രീകോവിലിന് ഉണ്ടാകും. അത് സത്യമാണ്. പക്ഷേ അതോടൊപ്പം തന്നെ ജനങ്ങളും കൂടും. മനസ്സിലായല്ലോ? അപ്പോൾ ശ്രീകോവിലിൽ നിന്ന് വമിക്കുന്ന ആ പോസിറ്റീവ് എനർജി എല്ലാവരും കൂടെ വിധിച്ചെടുക്കും അല്ലേ? അങ്ങനെയല്ലേ പോവുള്ളൂ. അപ്പോൾ സാധാരണ നമ്മൾ വലിയ തളലൊന്നും ഇല്ലാതെ സുഖമായിട്ടൊരു അന്തരീക്ഷത്തിൽ തൊഴുന്നത് ഏറ്റവും ഉത്തമമാണ്. ആ തൊഴുന്നത് നമുക്കിപ്പോൾ സാധാരണ ഇതിൽ രാവിലെയാണോ വൈകുന്നേരമാണോ നല്ലത്? നിങ്ങളുടെയൊക്കെ അഭിപ്രായത്തിൽ? രാവിലെ ആയിരിക്കും. ആണല്ലോ. എന്നാൽ പല ആൾക്കാർക്കും അത് അറിഞ്ഞൂടാത്ത കാര്യമുണ്ട്. പല ആൾക്കാരും സന്ധ്യയ്ക്കാണ് പോയി തൊഴുന്നത്. സന്ധ്യയ്ക്ക് തൊഴുന്നതിനെക്കാട്ടി ഏറ്റവും നല്ലത് പ്രഭാതവന്ദനം. സൂര്യൻ്റെ ലൈറ്റായിട്ടുള്ള കിരണങ്ങൾ ക്ഷേത്രത്തിലും ശ്രീകോവിലിനൊക്കെ അടിച്ച് നമ്മൾ കുളിച്ച് ശുഭമായ വസ്ത്രങ്ങൾ ധരിച്ച് ശുദ്ധമായ മനസ്സോടുകൂടി ഈശ്വരനെ പ്രാർത്ഥിക്കും. രാവിലെ പോയി ക്ഷേത്ര ദർശനം നടത്തുന്നതാണ് ഏറ്റവും പവർ. വളരെയധികം നല്ലതാണ്. കളഭം,
നമുക്കുള്ളപ്പോൾ ചന്ദനം, ശുദ്ധമായ ചന്ദനം നെറ്റിയിലെടുത്ത് നമുക്ക് അതിനൊരു പവറുണ്ട്. അപ്പോൾ അതാണ് ഏറ്റവും പവർ എന്നത്, രാവിലത്തെ ദർശനം എന്നും പറഞ്ഞ് സന്ധ്യയ്ക്ക് ദർശനം ചെയ്തുകൂടെന്നല്ല. സന്ധ്യയ്ക്ക് ദർശനം ചെയ്യാം, അതിന് ഒരു കുഴപ്പമില്ല. പക്ഷേ എങ്കിൽ നല്ലത് എന്ന് ചോദിച്ചിരുന്നാൽ പ്രഭാത വന്ദനം തന്നെയാണ്. അത് ഏറ്റവും കൂടുതൽ പവറാണ്. അത് ഈ നമ്മൾ രാവിലെയും വൈകുന്നേരവും അമ്പലങ്ങളിൽ പോകുന്ന ആൾക്ക് ധാരാളമുണ്ട്. ക്ഷേത്രം ഇവിടെ അടുത്തുള്ള ക്ഷേത്രം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് പോകും. പക്ഷേ ഇതിൽ ഏതാണ് നല്ലത് എന്ന് ചോദിച്ചിരുന്നാൽ ഏറ്റവും രാവിലെ കുളിച്ച് നമ്മുടെ മനസ്സെപ്പോഴും തന്നെ ക്ലിയർ ആയിരിക്കും, ശരീരം ക്ലിയർ ആയിരിക്കും. ഒരു സംശയം, എല്ലാ ദിവസവും ക്ഷേത്ര ദർശനം നടത്തേണ്ടതുണ്ടോ? അതൊക്കെ ഓരോ ആൾക്കാരുടെ മനസ്സിൻ്റേതാണ്. ഇപ്പോൾ നോക്കിക്കോളൂ, ഗുരുവായൂർ ക്ഷേത്രത്തിൽ അവിടെ ചുറ്റുപാടുള്ള ആൾക്കാർക്ക് ഒരുപക്ഷെ അവർക്ക് ദിവസം പോയി തൊഴാമായിരിക്കാം. ഈ പുറമെ വളരെ ദൂരെ നിന്നുള്ള വരുന്ന ആൾക്കാർക്ക് അതിനെപ്പറ്റി സാധിക്കുമോ? ഇല്ല. അവിടുത്തെ തള്ളലിനെ പറ്റി പ്രത്യേകിച്ച് ഞാൻ പറയാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുള്ളതാണ്. അപ്പോൾ ചില ആൾക്കാർക്ക് തൊഴുതാലും അവർക്ക് മതിയാകില്ല. മനസ്സിൻ്റെ, അതായത് ആ ഒരു നമ്മൾ കണ്ണുകൊണ്ട് എടുത്ത് ഒരു സെക്കൻഡ് ആയിരുന്നാലും ആ ഭഗവാന്റെ ആ വിഗ്രഹത്തിൻ്റെ പൊസിഷൻ നമ്മുടെ മനസ്സിൽ ഉൾക്കൊള്ളേണ്ട ഒരു പവർ ചില ആൾക്കാർക്ക് ഉണ്ടാവില്ല. ചില ആൾക്കാർ ഇങ്ങനെ നോക്കി കഴിഞ്ഞിട്ട് ആ രൂപം മനസ്സിൽ മനസ്സിൽ ഉൾക്കൊണ്ടിട്ട് അവിടെ വെച്ച് ആരാധിക്കും. അത് കുറച്ച് നേരം നിൽക്കും, ഇല്ലയെന്ന് പറയുന്നില്ല. മറ്റത് വീണ്ടും ആരും വിഗ്രഹത്തിൻ്റെ മുമ്പ് ചെല്ലുമ്പോഴേ കരച്ചിലാണ്, ഭയങ്കര കരഞ്ഞ് വിളിച്ച് മക്കളെ കാര്യം പറയാതിരിക്കും. ആണായാലും പെണ്ണാ ഞാൻ പറയുന്നത്, സ്വന്തം കാര്യത്തെക്കാട്ടി ഏറ്റവും കൂടുതൽ ഈ അച്ഛനമ്മമാരൊക്കെ പിന്നെ ദൈവത്തിനോട് അഭ്യർത്ഥിക്കുന്ന എന്താണ്? മക്കളുടെ നേട്ട്, മക്കളുടെ കാര്യങ്ങൾ. പിന്നെ ആ കാര്യം പറയുമ്പോഴാണ് ഞാനിപ്പോൾ വേറൊരു കാര്യത്തിലേക്ക്, അല്ലെങ്കിൽ അത് വിട്ടുപോകും. ഇത് 21-ാം നൂറ്റാണ്ടാണ്. 21-ാം നൂറ്റാണ്ടിൽ ഒരു പ്രത്യേകതയുണ്ട്. ഇപ്പം നടന്നു വരുന്ന കാര്യമാണ്, ജനങ്ങൾക്ക് ഭക്തി കൂടും. വെള്ളത്തിലെ കുമിളകൾ പോലെ ദേവാലയങ്ങൾ മുളച്ചു പൊന്തും. ദേവാലയങ്ങളെന്ന് വെച്ചാൽ ക്രിസ്തീയ ദേവാലയം, മുസ്ലിം ദേവാലയം, ഹിന്ദു ദേവാലയം. വെള്ളത്തിലെ കുമിളകൾ പോലെ, അതാണ് ആ വാക്ക്. വെള്ളത്തിലെ കുമിളകൾ ദേവാലയങ്ങൾ മുളച്ചു പൊന്തും. ഇപ്പം അങ്ങനെ സംഭവിക്കുകയില്ലേ? ചെറിയ അമ്പലങ്ങൾ പുതുക്കി പണിയുക, പുതിയ അമ്പലങ്ങൾ ചെയ്യുക, ഭയങ്കരമായിട്ട്. അതായത് ഇപ്പോൾ അത് പറഞ്ഞിട്ട് ഞാൻ ചെയ്തു പോകാം. ഇന്ന് ദേശക്ഷേത്രങ്ങളോ അല്ലെങ്കിൽ ഗ്രാമക്ഷേത്രങ്ങളോ അങ്ങനെയുള്ള ദേവതകളൊന്നും ഇല്ലാതായി കഴിഞ്ഞു. അത് രണ്ട് ഭാഗത്തേക്കും നമുക്ക്. എങ്കിലും ഇപ്പോഴുള്ള ആൾക്കാരുടെ മനസ്സിൻ്റെ ഇതാണ്. ഞാൻ ഈ 5 പോയിന്റ് പറഞ്ഞിട്ട് അതിലേക്ക് പോകാം. വെള്ളത്തിലെ കുമിള ദേവാലയങ്ങൾ മുളച്ചു പൊന്തും. ഒരു മഞ്ഞ ലോകത്തിനൂടെ ആൾക്കാർക്ക് ആഗ്രഹം വർദ്ധിക്കും. മഞ്ഞ ലോകം എന്ന് പറഞ്ഞാൽ ഇപ്പം എന്താണ്? തന്നല്ലേ. ഒരു സമയത്ത് ഒരു പിടി ആഹാരത്തിന് വേണ്ടി മഞ്ഞലോകം കൊടുത്താൽ കിട്ടാത്ത അവസ്ഥ വരുമെന്നാണ് പറയുന്നത്. ഇതൊക്കെ ഗ്രന്ഥങ്ങളിൽ പറയുന്ന കാര്യങ്ങളാണ്. അതൊക്കെ നടക്കണമോ നടക്കാത്തതല്ലെങ്കിലും ഈ മഞ്ഞലോകം വലിച്ചു കൂട്ടുകയും ഒരു സമയത്ത് ഒരു പിടി ആഹാരത്തിന് വേണ്ടി മഞ്ഞലോകം കൊടുത്താൽ കിട്ടാത്ത അവസ്ഥ വരുമെന്ന് പറഞ്ഞു. ആ സമയത്ത് ഇതിനെ വലിച്ചെറിയുമെന്നാണ് പറയുന്നത്. ഇത് 20-ാം നൂറ്റാണ്ട് അവസാനത്തെ ലോകത്തിൻ്റെ അവസാനം ഉണ്ടാകുന്ന അപ്പോൾ പറയുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ കുറേ വിശ്വസിക്കാം, കുറേ അവിശ്വസിക്കാം. പിന്നെ ഈ ഇന്നിപ്പോഴന്നെ ഭൂമിയുടെ 3/2 ഭാഗവും വെള്ളമാണല്ലോ, ഒരു ഭാഗമല്ലേ കരയുള്ളൂ. ആ ഭാഗം കൂടെ കടലെടുത്ത് കംപ്ലീറ്റ് നശിക്കുമെന്നാണ് ഇതിൻ്റെ അവസാനം പറയുന്നത്. അപ്പോൾ ചില കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ആ ഭാഗത്തേക്ക് നടന്നു പോകുന്നോ എന്നൊരു സംശയം നമുക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാകും. ഇപ്പോൾ ഒരു ക്ഷേത്രത്തിൽ ഇപ്പോൾ ഒരുപാട് പിന്നെ സാമ്പത്തികമായിട്ടുള്ള ആൾക്കാർ, വൻകിട കോൺട്രാക്ടർമാർ, ഒരുപാട് ദൈവത്തിൻ്റെ കാര്യത്തിൽ എന്ത് വേണം അവർ ചെയ്യും. ശരി, സംഭാവന കൊടുത്തും പുതിയ നിർമ്മാണങ്ങളൊക്കെ ചെയ്യും. അവർ നേരത്തെ ഒരു നേർച്ച കൊടുക്കും. എനിക്ക് ഇത് കിട്ടുക ഞാൻ ചെയ്യാം, അല്ലെങ്കിൽ അഡ്വാൻസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ ഒരു കാര്യസാധ്യതയ്ക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. ശരിക്കും പച്ചമണിപ്പം ദൈവത്തിന് കക്കിയിൽ കൊടുക്കണം എന്നർത്ഥം, മനസ്സിലായല്ലോ. അപ്പോൾ എന്ത് കൊടുത്തിരുന്നാലും ഏത് കൊടുത്തിരുന്നാലും സ്വാർത്ഥ താല്പര്യം. ഞാൻ, എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, നാടിൻ്റെ നന്മയ്ക്ക് നാടിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന എത്ര ഭക്തരുണ്ട്. ചിലപ്പോൾ ഉണ്ടാവില്ല എന്ന് ഞാൻ പറയുന്നില്ല, ഉണ്ടാവും, ഇല്ല എന്ന് പറയുന്നില്ല. എങ്കിലും കൂടുതലും പറയുന്നത് സ്വന്തം കാര്യം. അപ്പോൾ അതിനു വേണ്ടി ദൈവത്തിന് എന്ത് വേണം കൊടുക്കാൻ തയ്യാറാണ്.
അതോട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങളിപ്പോൾ ഈ പത്രങ്ങളിലൊക്കെ കണ്ടുവരുന്നത്. അതെ, നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എനിക്കൊന്നും അങ്ങ് ശബരിമലയിലെ ദേവസ്വം ബോർഡിൻ്റെതായിട്ടുള്ള വാസ്തു കൺസൾട്ടൻ്റ് ആണ്. പക്ഷേ ശബരിമലയിൽ ഇപ്പോൾ നടക്കുന്ന വിഷയങ്ങൾ എടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ വലിയ വിഷയങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ആ സബ്ജക്റ്റിലേക്ക് നമ്മൾ സംസാരിക്കേണ്ട, കാരണം അതൊരു പ്രത്യേക ലൈനിൽ പോവുകയാണ്. അത് അവിടേക്ക് വയ്ക്കോട്ടെ. അത് ഇപ്പോഴത്തെ അല്ലാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് അതിനെ സബ്ജക്റ്റ് സംസാരിക്കാൻ മതി. ഇപ്പോൾ അതിൽ സംസാരിക്കുന്നത് അത് ശരിയല്ല. അത് നമുക്ക് അതിനെപ്പറ്റിയൊന്നും പറയണ്ട. പക്ഷേ ഇന്നത്തെ ഞാൻ പറയുന്നത് ഏത് ദേവാലയങ്ങളായിരുന്നാലും ശരി, മനുഷ്യന് എന്തുകൊണ്ട് ഈ പൈസയോടുള്ള ആർത്തി, 1 കിട്ടിയാൽ പോരാ, 2 കിട്ടാൻ പോകും, 2 കിട്ടുമ്പോൾ 4 കിട്ടാൻ പോകുന്നു. ഞാൻ ചോദിട്ടെ, 1 തലമുറ 2 തലമുറ അല്ലെങ്കിൽ 3 തലമുറയ്ക്ക് ഉണ്ടാക്കി വെച്ചോ? 10 20 തലമുറയ്ക്ക് കുട്ടി ഉണ്ടാക്കിയിരുന്നാൽ ഇത് മനുഷ്യന് ആഗ്രഹം ഒരിക്കലും വർദ്ധിക്കുന്നില്ല, അത് തീരുന്നില്ല. ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ചെറിയ ഗ്രന്ഥങ്ങൾ ഒരു വാക്ക് പറയുന്നുണ്ട്. നമുക്കിപ്പോഴും എല്ലാ ദൈവങ്ങൾക്കും ഓരോ വാഹനങ്ങളുണ്ട്, ഇല്ലേ? സാക്ഷാൽ പരമശിവൻ എന്താണ്? കാള. അമ്മയ്ക്ക് സാക്ഷാൽ പാർവതി അമ്മ ദേവി എന്നുള്ള സ്ഥാനത്തുണ്ട് സിംഹം. പിന്നെ നമ്മുടെ മഹാഗണപതിക്ക് എലി, പിന്നെ മുരുകന് മയിൽ. ഇങ്ങനെ ഓരോർക്കും ഓരോ വാഹനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ദേവേന്ദ്രൻ എന്തിനാണ്? ആനയാണ്. അല്ല, ആനയാണ് അദ്ദേഹത്തിന് ഐരാവതം പറഞ്ഞു. ഈ ദേവേന്ദ്രൻ അതൊക്കെ ഒരു സങ്കല്പത്തിൻ്റെ കഥ പോലെയാണ്. അപ്പോൾ അവിടെ ഒരു കുബേരൻ എന്നൊരാളുണ്ട്. കുബേരൻ എന്നൊരാളെന്ന് പറഞ്ഞാൽ ദേവലോകത്തിലെ ധനകാര്യമന്ത്രി. നമ്മുടെ ഇവിടുത്തെ ധനകാര്യമന്ത്രി എന്ന് പറഞ്ഞാൽ അവിടെ ധനകാര്യമന്ത്രി. സ്വർണ്ണ നിറം, സ്വർണ്ണ തലമുടി, എല്ലാം സ്വർണ്ണമയം, എല്ലാം. പക്ഷെ എല്ലാം തികഞ്ഞാലും ഈശ്വരനായിരുന്നാലും മനുഷ്യനായിരുന്നാലും എല്ലാം തികച്ചു കൊടുക്കൂല. അല്പം ഒരു പാളിച്ച പ്രകൃതി മാറ്റിയിടും. ഈ എല്ലാം തികഞ്ഞ ഒരു മനുഷ്യനായ കുബേരന് ചെറിയൊരു കുഷ്ഠരോഗം കൊടുത്തിട്ടുണ്ട്. ഈ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു വിരൽ മടങ്ങിയിരിക്കുള്ളൂ. ഇതൊക്കെ നമ്മുടെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞാണ്. നമുക്കോട്ട് ചോദ്യം, നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നിട്ട് അന്ന് പറയാൻ പറ്റും. ഞാൻ പറഞ്ഞുകൊണ്ട് പറയാം. അപ്പോൾ അത് എന്താണ്? എല്ലാം തികച്ച ഒരു മനുഷ്യൻ കൊടുക്കില്ല എന്നുണ്ട്. ഞാനിത് പറയാൻ പറഞ്ഞത്. അപ്പോൾ വാഹനത്തിൻ്റെ കാര്യം പറഞ്ഞു വന്നപ്പോഴാണ് ഈ കുബേരൻ്റെ വാഹനം ആരാണ്? മനുഷ്യനാണ്. മനുഷ്യൻ്റെ തോളിരുന്നാണ് സഞ്ചാരം. അതുകൊണ്ടാണ് മനുഷ്യൻ ഒരിക്കലും തന്നെ ഈ പണത്തിനുള്ള ആഗ്രഹം തീരാത്തത്. 1 കിട്ടുമ്പോൾ 2 കിട്ടാൻ മോഹം, 2 കിട്ടുമ്പോൾ 4 കിട്ടാൻ മോഹം. പണത്തിന് വേണ്ടി ഇപ്പോൾ കാണിക്കുന്നുണ്ട് സ്വന്തം മാതാപിതാക്കളെ, സ്വന്തം സഹോദരങ്ങളെ, അടുത്ത സുഹൃത്തുക്കളെ, എന്ത് ക്രൂരകൃത്യം ചെയ്താൽ പണം ഉണ്ടാക്കുന്നതിൻ്റെ ഒറ്റ ഇതല്ലേ ഉള്ളൂ. അപ്പോൾ ഒരാളെ ചുമക്കണുണ്ട്. ആരാണ്? ഈ കുബേരൻ നമ്മൾ ചുമന്നുകൊണ്ട് പോകണം. അതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഒരിക്കലും തന്നെ ആർത്തി പൂണ്ട പണ്ടാരം പോലെ നമുക്ക് മനുഷ്യന് പൈസയോടുകൂടിയുള്ളത് തീരാത്തത്.